ഹലോ ഗായ്സ്, അൻവർ റഷീദിന്റെ പ്രൊഡക്ഷനിൽ ഇറങ്ങിയ പ്രാവിൻകുടി ഷാപ്പ് സോബിനും ബേസിലും ഒന്നിക്കുന്ന ചിത്രം കണ്ടിറങ്ങിയ ആദ്യ പ്രേക്ഷകരോട് നമുക്ക് ചോദിക്കാം. കമോൺ. അന്നാ ഷാപ്പില് ആദ്യം എന്താ കണ്ട എന്തിനാണ് മൂഞ്ചി? രാത്രി ഷാപ്പ് അടച്ചു കൂട്ടി അകത്ത് 11 പേര് ഇരുന്ന് കള്ളു കുടിക്കുന്നു, ചീട്ടുകളി. നല്ല അതിഗംഭീരായിരുന്നു അതല്ലോ. കള്ളൂടി ചീട്ടുകളി, കള്ളൂടി ചീട്ടുകളി, കള്ളൂടി ചീട്ടുകളി. മിനിറ്റ് മാത്രമേ എൻഗേജിംഗ് ആയിട്ട് ഫീൽ ചെയ്തോളൂ. അത്രയും നേരം ഭയങ്കര ലാഗായിട്ട് ഫീൽ ചെയ്തു. ചെളി കണ്ടേ ബേസിലിനെ ഞാൻ പറയുന്നത് അളിയ കിണ്ടാച്ചി പെർഫോമൻസ് ഇവർക്ക് ഓക്കെ ആയിരുന്നു. മെയിനായിട്ട് ഹിറ്റ് ആവാൻ എല്ലാ ചാൻസും കാണുന്നുണ്ട്. നൈസായിട്ട് കൊണ്ടുപോയിട്ടുണ്ട്. പിന്നെ എന്താ മ്യൂസിക് ഡിപ്പാർട്ട്മെന്റ് ആയിരുന്നു മെയിനായിട്ട്. വിഷ്ണു വിജയന്റെ നല്ല മിസ്റ്ററി എന്ന് പറയാൻ മിസ്റ്ററി എല്ലാം കീപ്പ് ചെയ്തിട്ട് നന്നായിട്ട്. പക്ഷേ ഒരു ക്യാരക്ടറൈസേഷൻ ഒന്നും അത്ര അങ്ങോട്ട് ഫ്ലോ ആയിട്ടില്ല. സസ്പെൻസ് എന്നാൽ എൻ്റെ ഒരു സസ്പെൻസ് എല്ലാം ഉണ്ട്. അത് ക്ലൈമാക്സ് ടിസ്റ്റ് എല്ലാം പറഞ്ഞാൽ ഓക്കെയാണ്. പിന്നെ കാര്യമായിട്ട് നോട്ട് ചെയ്ത് മ്യൂസിക് ഡിപ്പാർട്ട്മെന്റ് ആണ്. വിഷ്ണു വിജയ് നന്നായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. അത് നല്ല എൻഗേജ്മെന്റ് ആയിട്ട് നിർത്തിയിട്ടുണ്ട്. അത് എടുത്തു പറയേണ്ട കാര്യം. അത് പിന്നെ പറയേണ്ട ആവശ്യമില്ല. അയാളെ പേര് എടുത്തു പറയേണ്ട ആവശ്യമില്ല. നല്ല അതിഗംഭീരായിരുന്നു അതല്ലോ. പിന്നെ ഓക്കെ ആയിരുന്നു. ബേസിൽ ജോസഫ് ഓക്കെ ആയിരുന്നു. എല്ലാവരും ഓക്കെ ആയിരുന്നു. നല്ലതായിരുന്നു. ഇഷ്ടപ്പെട്ടില്ല. അവസാനത്തെ 10 മിനിറ്റ് മാത്രമേ എൻഗേജിംഗ് ആയിട്ട് ഫീൽ ചെയ്തോളൂ. അത്രയും നേരം ഭയങ്കര ലാഗായിട്ടാണ് ഫീൽ ചെയ്തത്. എനിക്ക് ഇല്ല, എനിക്ക് സിനിമ സത്യം പറഞ്ഞാൽ ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. അവസാനത്തെ 10 മിനിറ്റ് മാത്രമേ എന്തെങ്കിലും ഉള്ളതായിട്ട് ഫീൽ ചെയ്തോളൂ. എനിക്ക് അറിഞ്ഞൂടാ അതിനെ പറ്റി പറയാൻ. എനിക്ക് അത്ര ഇഷ്ടമായി. ലാസ്റ്റ് ഒക്കെ ആയപ്പോ പുള്ളി ഒരു പീക്ക് ലെവൽ വന്നായിരുന്നു. കിടലം വർക്കായിരുന്നു. എല്ലാം ടെക്നിക്കലി എല്ലാം ഭയങ്കര ബ്രില്യന്റ് ആണ്. റെക്കമെൻഡ് ചെയ്യും. ഉറപ്പായിട്ടും എനിക്കിഷ്ടമായി. എക്സ്പെക്ട് ചെയ്തതിനെക്കാട്ടിയും കൂടുതൽ നല്ല അടിപൊളിയായിട്ട് സ്റ്റോറി, അടിപൊളിയായിട്ട് മേക്കിങ്, നല്ല സസ്പെൻസ് ത്രില്ലറായിരുന്നു. അതാണെങ്കിൽ ത്രില്ലായിട്ട് ഇരിക്കുമായിരുന്നു. നമ്മൾ പിന്നെ നമ്മളെ ലൂപ്പ് പഠിപ്പിച്ച് ഇതാക്കുമായിരുന്നു. പക്ഷെ നമ്മൾ വിചാരിക്കുന്നില്ല അടുത്തായിട്ടായിരിക്കും. ചെയ്യും എന്നുവെച്ചാൽ മസ്റ്റ് വാച്ചാണ്. എന്ന് വെച്ചാൽ നമ്മൾ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നതിനെക്കാട്ടിയും ഈ ഇറങ്ങുന്നതിൽ ഒരു വെറൈറ്റി ഉണ്ട്. ഇപ്പൊ നമുക്ക് നേരത്തെ കണ്ടുകൊണ്ടിരിക്കുന്ന കണക്കുള്ള മൂവിയല്ല. പക്ഷെ നമ്മൾ കാണുമ്പോൾ നമുക്ക് ഓരോ സീൻസും ഇത് അടുത്ത എന്താ വരുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ആ ത്രില്ല് അടുപ്പിച്ച് കാണാൻ പറ്റും. അപ്പൊ ഓരോ മസ്റ്റ് വാച്ച് മൂവിയാണ്. അൻവർ റഷീദിന്റെ സിനിമ ആ ഒരു ലെവലിൽ വന്നതിന്റെ അതിന്റെ 4 ഇരട്ടി എക്സ്പെക്ടേഷൻ ഉണ്ട്. പടം ഒരു രക്ഷയില്ല. കിടിലമാണ്. കിടിലം മേക്കിങ്ങും കിടിലം ലെവലിൽ തന്നെ. ഒരു പടം തുടങ്ങി അവസാനം വരെ നല്ല എക്സൈറ്റ്മെന്റിലുണ്ട് പടം. അത് ലാസ്റ്റ് മിനിറ്റ് അങ്ങനെ നമുക്ക് ഒരു സസ്പെൻസ് ലെവലിലാണ് ഇരിക്കുന്നത്. പക്ഷെ പടം നമുക്ക് തുടക്കം പോലെ അവസാനം വരെ ആരാണെന്ന് മനസ്സിലാവൂല. ഉറപ്പായിട്ടും കഴിഞ്ഞ വർഷം ആവേശം കൊണ്ടുവന്ന് അത്രയും ലെവലിൽ അൻവർ റഷീദ് ആക്കിയിട്ടുണ്ടെങ്കിൽ ഈ വർഷം ഈ പടം കൊണ്ട് തന്നെ ആയിരിക്കും. ഉറപ്പായിട്ട് ഹിറ്റായിരിക്കും. എല്ലാം വേറെ ലെവലാണ്. ഓരോ സീനും പക്കയായിട്ട് എടുത്തത്. സിനിമാറ്റോഗ്രഫിയിൽ ഒരു രക്ഷയില്ല. സൂപ്പറായിട്ട് എത്തിച്ചിട്ടുണ്ട്. ഉറപ്പായിട്ടും വീണ്ടും കാണാൻ പറ്റും. അത്ര ആ ലെവലിലാണ് ചെയ്യണം. അൻവർ റഷീദുള്ള ബ്രാൻഡ് ചെയ്ത പടമാണ്. അപ്പൊ മോശമാവൂല ഒരിക്കലും. ആ ലെവലിൽ ചെയ്തിരിക്കുന്ന പടം ഒരു രക്ഷയില്ല. ഓക്കെ, കുഴപ്പമില്ല. അതെ, ക്യാമറ വാസ് വെരി നൈസ്. കുറെ സിംഗിൾ ഷോട്ട് ഒക്കെ ഉണ്ടായിരുന്നു. ക്യാമറ നല്ല രസമുണ്ടായിരുന്നു. ഡയറക്ഷനും നല്ല രസമുണ്ടായിരുന്നു. ഡയറക്ടോറിയൽ ഡെബ്യൂ ആണെന്നൊന്നും തോന്നില്ല. അത് കണ്ടാൽ തോന്നില്ല. പക്ഷെ കാരണം വർക്ക് വാസ് ഗുഡ്. സ്റ്റോറി ലൈൻ ഇച്ചിരി കുറച്ച് പ്ലോട്ട് ഹോൾസ് പോലെ ഉണ്ട്. അതെ, ആ പാർട്ട് മാത്രം എനിക്ക് ഇച്ചിരി ഓഫായിട്ട് തോന്നി. ഇച്ചിരി. പക്ഷെ എന്നാലും കണ്ടിരിക്കാൻ സെക്കൻഡ് ഹാഫ് ഒക്കെ ഭയങ്കര എൻഗേജിങ് ആയിരുന്നു. അപ്പൊ കണ്ടിരിക്കാൻ നല്ല രസമാണ്. കോമഡി വർക്ക്ഔട്ട് ചെയ്ത് ഈ ഒരു ജോൺറാല് കോമഡിയും കൂടെ ഇൻകോപ്പറേറ്റ് ചെയ്തപ്പോൾ നല്ല രസമുണ്ടായിരുന്നു. വളരെ നമുക്കൊരു കോമഡി ഒക്കെ വർക്ക്ഔട്ട് ആയിട്ടുണ്ട്. പിന്നെ കുറച്ച് പ്രഡിക്റ്റബിൾ ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ സൗബിൻ ആയതുകൊണ്ട് സൗബിൻ ഒരു മേജർ റോൾ കാണുമ്പോൾ നമുക്കൊരു ആദ്യമേ ഒരു തോന്നുമല്ലോ. അതുകൊണ്ട് ഒരു ചെറിയൊരു പ്രഡിക്റ്റബിലിറ്റി ഉണ്ടായിരുന്നു. പക്ഷെ നല്ല രീതിയിലാണ് എടുത്തേക്കുന്നത്. സിനിമാറ്റോഗ്രഫി വാസ് ഗുഡ്. ഡെഫിനറ്റ്ലി വൺ ടൈം വാച്ച് ആണ്. ഡെഫിനറ്റ്ലി ഒരു അബവ് ആവറേജ് ഫിലിം തന്നെയാണ്. അല്ല, അൻവർ റഷീദിന്റെ പടം എന്ന് പറയുമ്പോഴത്തേക്ക് അയാളെ പടം എന്ന് വെച്ച് കഴിഞ്ഞാൽ മിന്നുന്നതെല്ലാം പൊന്നാക്കുന്നതാണ് അൻവർ റഷീദ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെയാണ് ബേസിൽ മിന്നുന്നതെല്ലാം പൊന്നാക്കുന്നതാണ് ബേസിലിന്റെ ആക്ടിങ് എല്ലാം പൊളിയായിരുന്നു. കാര്യം വെച്ച് കഴിഞ്ഞാൽ ഒരു ഇൻസ്പെക്ടർ വേഷത്തിൽ വന്നിട്ടുണ്ടെങ്കിലും ഈ പടം ഒരു ക്രൈം ത്രില്ലറും കൂടെ ആയിട്ടാണ്. ക്രൈം ത്രില്ലറായിട്ട് വന്നെങ്കിലും ഒരു പോലീസായിട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഒരു ഗെറ്റപ്പായിട്ട് വന്നെങ്കിലും പുള്ളിക്ക് ഭയങ്കര കോമഡി നല്ല രീതിയിൽ വർക്കായിട്ടുണ്ട്. പിന്നെ അതിൽ സൗബിൻ്റെ നായികയായിട്ട് അഭിനയിച്ചിട്ടുള്ള നടിയുണ്ട്. അവളും നല്ല സെറ്റ് കോമഡി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ പോലുള്ള ലോക്കൽസുകൾ പറയും പോലെ പച്ചയായ മൂഞ്ചി, മറ്റേതാണ് മറിച്ചതായ കിണ്ടാച്ചി പെർഫോമൻസ് എന്ന് പറയാൻ പറ്റുള്ളൂ. സൗബിന് നല്ല ആക്ടിങ്. സൗബിന് സൂപ്പറായിരുന്നു. അല്ല, ക്യാമറ നല്ല സൂപ്പറായിട്ടുണ്ട്. ക്യാമറ വർക്ക് അടിപൊളിയായിട്ടുണ്ട്. അടിപൊളിയായിട്ട് എടുത്തു. കാരണം അതുപോലെ തന്നെ ഒരു BGM മ്യൂസിക്കൊക്കെ ഉണ്ട്. അടിപൊളിയാണ്. കാര്യം നമുക്ക് എന്താ പറയുക, ഈ പടം നമുക്ക് കണ്ടുകൊണ്ടിരിക്കുക ഒരു ത്രില്ലർ ആയതുകൊണ്ട്
വലിയ ത്രില്ലറായിട്ട് നമുക്ക് തോന്നൂലെങ്കിലും പക്ഷേ നല്ലൊരു ത്രില്ലറും കൂടെയാണ്, നല്ലൊരു സ്റ്റോറിയും കൂടെ അൻവർ റഷീദ് നമുക്ക് തന്നിട്ടുണ്ട്. അൻവർ റഷീദിൻ്റെ പടങ്ങൾ ഇതായിട്ടും പാഴായി പോയിട്ടില്ല. ആവേശത്തിന് മുകളിൽ അത് ഒരു നമുക്ക് എന്താ പറയുക, ഇപ്പോഴത്തെ യൂത്തുകൾക്കുള്ള ഒരു ഇതാണ്. ഇപ്പോഴും ഈ പടം യൂത്തുകൾ പറയുന്ന കോമഡിയാണ്, അളിയ എന്തിനാണ് മൂഞ്ചി ഇങ്ങനെയൊക്കെ പറയൂലേ, അതേപോലെ തന്നെയല്ല നായികന്മാരെല്ലാം വന്നിട്ടുണ്ട്, തേഞ്ഞ് അളിയ തേഞ്ഞ് ഇങ്ങനെയൊക്കെയാണ്. അതായത് ഇപ്പം നടക്കുന്ന സംഭവങ്ങൾ തന്നെയാണ്. അതാണ് പറയുന്നത് ബേസിൽ മിന്നതെല്ലാം പൊന്നാക്കുന്നു എന്ന് പറയുന്നത്. അതിന് ബേസിലിനെ ഞാൻ പറയുന്നത് വെച്ചാൽ അളിയ കിണ്ടാച്ചി പെർഫോമൻസ്.